ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തുതി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. 42-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും? മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും? ഒരു ദൈവഭക്തൻ്റെ മനസ്സിൻ്റെ അടക്കാനാകാത്ത അദമ്യമായ ഒരാഗ്രഹമാണ് പറയുന്നത്. എനിക്ക് ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലണം. ദൈവവുമായിട്ടുള്ള ആ നിരന്തര സംസർഗം എനിക്ക് വേണം. എനിക്ക് ദൈവത്തിൻ്റെ മുഖം കാണണം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ദൈവത്തോട് ചേരുവാൻ, ദൈവവുമായി ഒന്നാകുവാൻ, ദൈവത്തിൽ ലയിക്കുവാൻ, ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ഉള്ളത്തിൽ ഒരാത്മാവുണ്ട്. ഈ ആത്മാവ് ദാഹിച്ചും വരണ്ടും കഴിയുകയാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ ലോക ജീവിതത്തിൽ നാം പലപ്പോഴും അസ്വസ്ഥരാണ്. നമുക്ക് ഒരുപാട് ആവശ്യഭാരങ്ങളുണ്ട്, ഒരുപാട് കണ്ണീരിൻ്റെയും വേദനയുടെയും വിഷയങ്ങളുണ്ട്, നമ്മെ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് സ്വന്തം ഭവനത്തിലുണ്ട്, നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ കൂട്ടായ്മകളിലോ അല്ലെങ്കിൽ നമ്മുടെ സഭകളിലോ അല്ലെങ്കിൽ സമൂഹങ്ങളിലോ ഉണ്ട്. ആന്തരികമായി തന്നെ വലിയ സംഘടനകൾ നമുക്കകത്തുണ്ട്. ഇങ്ങനെ എന്തിനോ വേണ്ടി ദാഹിക്കുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതം തന്നെ അസ്വസ്ഥമാകാൻ കാരണം എപ്പോഴും ഈ ആവശ്യഭാരങ്ങൾ നമ്മളെ ഞെരുക്കി, നമ്മെ കശക്കി എറിയുവാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ ഉള്ളത്തിൽ ഒരാത്മാവ് ദാഹിക്കുന്നുണ്ട്. അത് നാം തിരിച്ചറിയാതെ നമുക്ക് ഈ ലോകത്തിലെ ഒരു ദാഹവും ശമിപ്പിക്കാൻ പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, ആത്മീയത്തിൽ നാം മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായൊരു കാര്യമാണ്, നമ്മുടെ ഉള്ളത്തിലുള്ള ദൈവിക അംശമായ ദൈവത്തിൻ്റെ സൃഷ്ടിയായ, ദൈവത്തിൻ്റെ മോഹന സൃഷ്ടിയായ ഒരാത്മാവ് നമ്മിലുണ്ട്. ജീവൻ്റെ ആത്മാവ്, ദൈവം ജീവശ്വാസം ഊതി തന്നതായ ഒരു ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ആ ആത്മാവ് ദൈവത്തോട് ചേരുവാൻ കാംക്ഷിക്കുകയാണ് എപ്പോഴും. അത് നാം അറിയുന്നില്ല. ആ ആന്തരികമായ ആ ആത്മാവിൻ്റെ ദാഹം നാം പലപ്പോഴും തിരിച്ചറിയുന്നില്ല. ആത്മാവിൻ്റെ ദാഹം തിരിച്ചറിയാത്തതുകൊണ്ടാണ് നമുക്ക് ഭൗതികമായ കാര്യങ്ങളിലെല്ലാം അസംതൃപ്തി വരുന്നത്. ഈ ലോകത്തെ എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും, ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും സംതൃപ്തനാകുകയില്ല ഒരു മനുഷ്യനും. അലക്സാണ്ടർ ദി ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടറെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം വെട്ടിപ്പിടിക്കാത്തതായ ഒരു രാജ്യം പോലും ഇല്ല. അവസാനം അദ്ദേഹം ഒന്നുമില്ലാത്തവനായി 2 കൈയും തൻ്റെ മൃതദേഹത്തിൻ്റെ പേടകത്തിൻ്റെ വെളിയിലേക്കിട്ട്, ഞാൻ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും ഞാൻ കൊണ്ടുപോവുകയുമില്ല എന്ന് ലോകത്തിനൊരു ദൂതും കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം മടങ്ങിപ്പോയത്. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചതായ മഹാനായ അലക്സാണ്ടർ. പ്രിയപ്പെട്ടവരെ, അതിങ്ങനെ എത്രയോ ഉന്നതരായ മഹാന്മാരുടെ ചരിത്രം നാം കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരെല്ലാവരും ഒരിക്കലും തൃപ്തി അടയാതെ എപ്പോഴും അസ്വസ്ഥരായിട്ടാണ് കടന്നു പോകുന്നത്. എന്നാൽ അവരാരും, അല്ലെങ്കിൽ നമ്മളാരും, നമ്മുടെ ഉള്ളത്തിലൊരു ആത്മാവ്, ദൈവത്തിനു വേണ്ടി ദൈവത്തോട് ചേരുവാൻ കാക്ഷിക്കുന്നതായ ഒരു ദൈവികമായ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നാം ആരും ഗ്രഹിക്കുന്നില്ല. അത് തിരിച്ചറിയുന്നതാണ് മഹാഭാഗ്യം. ആ ആത്മാവിൻ്റെ ദാഹം തീർന്നാൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിൻ്റെ ദാഹങ്ങൾ തീരുകയുള്ളൂ. ഈ ലോകത്ത് നമുക്ക് സമാധാനം വേണം, നമുക്ക് സന്തോഷം വേണം, നമുക്ക് ഐക്യം വേണം,
കുടുംബത്തിൽ ഭദ്രത വേണം, സ്വസ്ഥത വേണം, പുരോഗമനം വേണം, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. നമ്മുടെ കുടുംബ പശ്ചാത്തലമെല്ലാം നല്ല സ്വച്ഛ സുന്ദരമായിരിക്കണം, നല്ല സമാധാന അന്തരീക്ഷമായിരിക്കണം. ഇതെല്ലാം നമ്മുടെ ദാഹമാണ്. പക്ഷേ ഇതെല്ലാം സാധിക്കും പ്രിയപ്പെട്ടവരെ. എങ്ങനെ? എൻ്റെ ആത്മാവ് ദൈവത്തോട് ചേരുവാൻ കാക്ഷിക്കുന്ന ഒരാത്മാവ് എന്നിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ ആ ദൈവത്തോട് പറ്റിച്ചേരാൻ എൻ്റെ ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും സജ്ജമാകുമ്പോൾ മാത്രമേ നമുക്ക് ഈ ലോകത്ത് സന്തോഷം കിട്ടുകയുള്ളൂ. ഈ ലോകത്ത് തന്നെ സന്തോഷം കിട്ടും. കർത്താവായ യേശു ഭൂമിയിലേക്ക് വന്നത് സർവ്വലോകത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ്. ദൈവത്തിന് സ്തോത്രം. സർവ്വലോകത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. സർവ്വലോകത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷമായ ക്രിസ്തു, മഹാസന്തോഷമായ ക്രിസ്തു ഹൃദയത്തിലേക്ക് വന്നാൽ മഹാസന്തോഷമായി. നാം ക്രിസ്തുവിനോട് പറ്റിച്ചേർന്നാൽ അത് മഹാസന്തോഷമാണ്. കാരണം ക്രിസ്തുവാണ് സന്തോഷം, ക്രിസ്തുവാണ് സമാധാനം. എൻ്റെ സമാധാനം എന്ന് പറയുന്ന ലോകത്ത് ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. പ്രിയപ്പെട്ടവരെ, ഈ അലൗകികമായ സമാധാനവും ഈ അലൗകികമായ സന്തോഷവും ആകുന്ന ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വന്നാൽ മാത്രമേ ഈ ലോകത്തിൽ നമുക്ക് സമാധാനം കിട്ടുകയുള്ളൂ, നമുക്ക് സന്തോഷം കിട്ടുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് കോരഹപുത്രന്മാരിവിടെ പാടുന്നത്. അസ്വസ്ഥമായ ഹൃദയത്തോടെ വേദനയോടെ അവർ ഓടി വന്ന് യാഗപീഠങ്ങളെ പിടിച്ചിട്ട്, യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിച്ചിട്ട് അവർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ആ സഹിത്വം, നിൻ്റെ ആ കമ്പാനിയൻഷിപ്പ്, നിന്നോടുള്ള ആ ആർഡൻറ്റ് ഫെയ്ത്ത് ആൻഡ് ഇൻറ്റിമസി, കർത്താവേ, നിന്നോടുള്ളതായ ആ സുദൃഢമായ വിശ്വാസവും ആ സ്നേഹബന്ധവും അത് കിട്ടിയാൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടുകയുള്ളൂ, എനിക്ക് സന്തോഷം കിട്ടുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ ദാഹിക്കുന്ന ഒരാത്മാവുണ്ടെന്ന് നാം ഒന്നാമത് തിരിച്ചറിയുക. ആ ആത്മാവ് ദൈവത്തോട് ചേരുവാനാണ് കാക്ഷിക്കുന്നത്. ഈ ലോകത്ത് നിങ്ങൾ എന്തെല്ലാം സുഖസൗകര്യങ്ങളുണ്ടായാലും, ഉന്നതമായ വലിയ ലക്ഷൂറിയസ് കാറുകളോ അല്ലെങ്കിൽ ലക്ഷൂറിയസ് ഫ്ലാറ്റുകളോ അല്ലെങ്കിൽ ഈ ലോകത്ത് എന്തെല്ലാം വസ്തുവകകളോ അല്ലെങ്കിൽ സൗന്ദര്യ വസ്തുക്കളോ സൗന്ദര്യവർദ്ധക വസ്തുക്കളോ അല്ല, എന്തെല്ലാം ഈ ശരീരത്തിന് ആവശ്യമുള്ള എന്തെല്ലാം നിങ്ങൾ നേടിയെടുത്താലും ആത്മാവിന് സന്തോഷം കിട്ടുകയില്ല. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ സൃഷ്ടാവിനെ കാണണം. ഈ ആത്മാവിൻ്റെ സൃഷ്ടാവുണ്ട്. ആത്മാവ് ആ സൃഷ്ടാവിനെ കാണാതെ സമാധാനം അനുഭവിക്കുകയില്ല. ആത്മാവ് കാക്ഷിക്കുകയാണ്. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമുക്ക് വായിക്കാം സങ്കീർത്തനം, 27-ാം സങ്കീർത്തനം, അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. അതുകൊണ്ട് സങ്കീർത്തനകാരൻ പറയുകയാണ്, എനിക്കൊരാഗ്രഹമുണ്ട്. യഹോവയോട് ഞാൻ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം, വേറെ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തോട് ഒരു കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ, അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണത്? യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലം ഒക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. യഹോവയുടെ ആലയത്തിൽ പാർക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുക എന്നുള്ളതാണ്. എൻ്റെ ആയുഷ്കാലം മുഴുവൻ എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ദൈവമേ, രോഗഗ്രസ്തമായ ശരീരമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എന്നെ മറ്റുള്ളവർ ദുഷിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തുകൊള്ളട്ടെ, എന്നെ ഒറ്റപ്പെടുത്തുകയോ എന്നെ പീഡിപ്പിക്കുകയോ എന്തും ചെയ്തുകൊള്ളട്ടെ, എന്തെല്ലാം നിന്ന അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിക്കൊള്ളട്ടെ. പക്ഷേ ദൈവമേ, എനിക്ക് ഒറ്റ കാര്യമേ ആഗ്രഹമുള്ളൂ. ദൈവമേ, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾ
ആ ഒരു സുഖം, ആ ഒരു സമാധാനം, ആ ഒരു സന്തോഷം പ്രിയപ്പെട്ടവരെ നിങ്ങൾ പലരും അനുഭവിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. പ്രിയപ്പെട്ടവർ, എന്തെല്ലാം ആകുലങ്ങളായിക്കൊള്ളട്ടെ, എന്തെല്ലാം വേദനാ വിഷയങ്ങളായിക്കൊള്ളട്ടെ, പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ആ തറയിൽ മുട്ടുകുത്തി നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കിടപ്പ് മുറിയിലോ എവിടെയും ആകട്ടെ, നിങ്ങൾ അവിടെ ഒരു പായിൽ മുട്ടുമുടക്കിയിട്ട് നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് ആ ക്രൂശിൻ ചൂട്ടിലേക്ക് അങ്ങോട്ട് നെടുമ്പാട് വീണിട്ട്, അരുമനാഥൻ നിനക്ക് വേണ്ടി ചങ്കിലെ ചോരയൂറ്റി ആ തിരുവിലാവ് തുറന്ന് രക്തം ധാരധാരയായി ഒഴുകുന്നതായ ആ ക്രൂശിൽ കിടന്ന് പിടയുന്നതായ വേദന കൊണ്ട് പിടയുന്നതായ തൻ്റെ പ്രിയമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ യേശുവിൻ്റെ തിരുമുഖത്തേക്കൊന്ന് കാണണം, ഒന്ന് നോക്കണം. ആ സ്നേഹാർദ്രമായ മുഖം ഒന്ന് കാണണം. പ്രിയപ്പെട്ടവരെ, ആ വാത്സല്യം കവിഞ്ഞൊഴുകുന്നതായ മുഖം ഒന്ന് കാണണം. എന്നിട്ട് ആ തൃപ്പാദം നിങ്ങൾ ചുംബിച്ചുകൊണ്ട് ഏറെ നേരം അവിടെ ഇരുന്ന് അങ്ങോട്ട് ഹൃദയം പകർന്ന് കരയൂ. പ്രിയപ്പെട്ടവരെ, എന്തുമാകട്ടെ നിങ്ങളുടെ വിഷയം, എന്ത് ഭാരവുമായിക്കൊള്ളട്ടെ, എല്ലാം പ്രിയപ്പെട്ടവരെ അങ്ങ് മഞ്ഞുരുകുന്ന പോലെ അങ്ങ് ഉരുകിപ്പോകും. ദൈവത്തിന് സ്തോത്രം. എത്ര നേരം വേണമെങ്കിലും അങ്ങനെ ഇരിക്കാം. അതൊരു സമാധാനമാണ്, അതൊരു സന്തോഷമാണ്, അതൊരു സുഖമാണ്. കാരണം ആ സമയത്താണ് നിൻ്റെ ആത്മാവ് ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ മനോഹരത്വമാണ് അന്നേരം കാണുന്നത്. അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുകയാണ് ആ സമയത്ത് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. എപ്പോഴാണ്? എൻ്റെ ആയുഷ്കാലമൊക്കെയും. എൻ്റെ ദൈവമേ, ഒറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ എന്ന്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇതെല്ലാം നമ്മൾ വായിച്ചും കേട്ടും ഇട്ടാൽ മതിയോ? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു ആഗ്രഹം നമുക്കുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ എത്രയോ മണിക്കൂറുകൾ, എത്രയോ മിനിറ്റുകൾ നാം തള്ളിലേക്ക് കളയുന്നു. ഈ ലോകത്തിൻ്റെ വിഷയങ്ങളും ലോകത്തിലെ ഭാരങ്ങളും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് കരഞ്ഞും വിലപിച്ചും സമാധാനമില്ലാതെ എത്രയോ ദിവസങ്ങൾ, എത്രയോ മാസങ്ങൾ, എത്രയോ വർഷങ്ങൾ നാം പാഴാക്കി കളഞ്ഞു പ്രിയപ്പെട്ടവർ. എന്നാൽ ഇവിടെ സങ്കീർത്തനകാരൻ പ്രാർത്ഥിക്കുന്ന ഒറ്റയ്ക്കൊരാഗ്രഹം സങ്കീർത്തനകാരനുള്ളൂ. എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അതിൻ്റെ സുഖം എന്താണെന്നറിയാമോ? തുടർന്ന് സങ്കീർത്തനകാരൻ പറയുന്ന വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ എന്തെല്ലാം അനർത്ഥങ്ങൾ വന്നാലും അവനെ അത് അലട്ടുകയില്ല, അവനെ തൊടുകയില്ല. അനർത്ഥങ്ങളൊക്കെ വരും. ദുഷ്ടപിശാച് തകർക്കാൻ വരും. ദൈവമേ, കുടുംബം തകർക്കാൻ വരും. അനർത്ഥങ്ങളോ ആപത്തുകളോ വരുന്നിരിക്കും. മാരകമായ രോഗങ്ങൾ വന്നു നിന്നിരിക്കും. എല്ലാം പിശാച് കൊണ്ടുവരും. കാരണം മോനെ, നീയും നിൻ്റെ ദൈവവും തമ്മിൽ പറ്റിച്ചേർന്നിരിക്കുന്നത് ഒരിക്കലും ഇഷ്ടമല്ലാത്ത ദുഷ്ടനായ പിശാചുണ്ടെന്ന് ഓർത്തുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. അവന് ഈ ദൈവത്തിൽ നിന്ന്, ഇത് നിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷിതാവിൽ നിന്ന് നിന്നെ അകറ്റുക എന്നുള്ളതാണ് ഈ ദുഷ്ടനായ പിശാചിൻ്റെ തന്ത്രം. ദൈവത്തിന് സ്തോത്രം. എക്കാലത്തും പിശാചിൻ്റെ ലക്ഷ്യം അതാണ്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവിക സ്വരൂപത്തിലും സാദൃശ്യത്തിലും അവനെ സൃഷ്ടിച്ച് അവൻ സ്വർഗത്തിലെ മാലാഖമാരോട് സദൃശനായി ഏദൻ തോട്ടത്തിൽ നടക്കുന്നത് കണ്ടപ്പോൾ അസൂയ പൂണ്ടതായ ഒരു പിശാചുണ്ട്. അവൻ സർപ്പത്തിൻ്റെ വേഷത്തിൽ ചെന്ന്, സർപ്പത്തിൻ്റെ രൂപത്തിൽ ചെന്ന് ആ മനുഷ്യനെയും ആ സ്ത്രീയെയും വഞ്ചിച്ചു. ദൈവത്തിൽ നിന്ന് അകറ്റി പാപത്തിൽ വീഴിച്ചു. ദൈവിക സംസർഗം നഷ്ടപ്പെട്ടു. ഏദൻ തോട്ടം നഷ്ടപ്പെട്ടു. പർദീസ നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇതാണ് പിശാചിൻ്റെ പണി എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം. അതുകൊണ്ട് ദൈവമേ, എൻ്റെ ആയുഷ്കാലമൊക്കെയും നിൻ്റെ ആലയത്തിൽ പാർക്കാൻ, നിന്നോട് പറ്റിച്ചേർന്നിരിക്കാൻ ദൈവമേ എനിക്ക് കൃപ തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. കർത്താവേ, നിന്റെ തിരുമുഖം എനിക്ക് മറക്കരുതേ. യേശുവേ, നിൻ്റെ തിരുമുഖം എനിക്ക് മറക്കരുതേ. കർത്താവേ, മാത്രമല്ല നിൻ്റെ കൃപയുടെ കരം എൻ്റെ ശിരസിൽ നിന്ന് മാറിപ്പോകല്ലേ. കർത്താവേ, ഞാൻ സമാധാനം അനുഭവിക്കണമെങ്കിൽ, എനിക്ക് ഒരു സ്വസ്ഥത വേണമെങ്കിൽ, എനിക്കൊരു സന്തോഷം വേണമെങ്കിൽ, കർത്താവേ, നിൻ്റെ കൃപയുടെ കരം എന്നെ എപ്പോഴും പിടിച്ചുകൊള്ളണം. ദൈവമേ, ഇല്ലെങ്കിൽ അനർത്ഥത്തിൽ ചാടും. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. തിരുനിവാസത്തിൻ്റെ മറവിൽ
എന്നെ മറയ്ക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. ആപത്തനർത്ഥങ്ങൾ വരുമ്പോൾ, സഹിക്കാനാകാത്ത കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ആ പൊന്ന് തിരുവിലാവിലേക്ക് ചേർന്ന് ഒളിച്ചിരിക്കാം പ്രിയരെ, ഒളിച്ചിരിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. പിശാച് കാണാതെ നിനക്ക് കർത്താവിന് ചങ്കിനകത്ത് കയറി ഒളിച്ചിരിക്കാമെന്ന്. എൻ്റെ ദൈവമേ, ഇതൊക്കെ പ്രിയപ്പെട്ടവരെ പറഞ്ഞാൽ മതിയോ, കേട്ടാൽ മതിയോ? ദൈവമേ, ഇതെല്ലാം അനുഭവിക്കണം പ്രിയപ്പെട്ടവരെ. എന്തൊരു സുഖമാണെന്നറിയാമോ? അനർത്ഥ ദിവസത്തിലവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേലെന്നെ ഉയർത്തും. ഹല്ലേലൂയ! പാറമേലെന്നെ ഉയർത്തും. ക്രിസ്തുവാകുന്ന പാറമേൽ നിനക്ക് കയറി നിൽക്കാം. നിന്നെ ഒരു ഒഴുക്കും തട്ടിക്കൊണ്ട് പോവുകയില്ല. നിന്നെ ഒരു പ്രകൃതി ദുരന്തങ്ങളൊന്നും നിന്നെ ഒഴുക്കിക്കൊണ്ട് പോവുകയില്ല. നിനക്ക് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്താൻ സാധിക്കും. എന്തും വന്നോട്ടെ പ്രിയരെ, ഈ ഭൂമിയിലെല്ലാം നഷ്ടപ്പെട്ടോട്ടെ, യേശുവാകുന്ന സമ്പത്ത് മോനെ നിനക്കുണ്ടെങ്കിൽ നീ ആ പാറമേൽ നിന്നെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ! എന്ന പ്രിയപ്പെട്ടവരെ, എന്തൊരു പ്രാഗൽഭ്യമാണത്! ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള ഒരു ദൈവവൈതലിൻ്റെ അവകാശങ്ങളാണ് നാം ഈ വായിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഒരുപാട് ശത്രുക്കൾ എൻ്റെ ചുറ്റുമുണ്ട്, ഒരുപാട് ശത്രുക്കൾ എൻ്റെ ചുറ്റുമുണ്ട്. നിങ്ങൾ അത് പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെട്ടും നിങ്ങൾ വൈരാഗ്യം പൂണ്ടും അനേകരോട് വഴക്കടിച്ചും പ്രിയപ്പെട്ടവരെ അനേകരോട് അസൂയ പൂണ്ടും ഒക്കെ നിങ്ങൾ ഇരിക്കുകയാണ്. അനേക മനുഷ്യരോട് നിങ്ങളുടെ ഉള്ളിൽ പകയിരിക്കുകയാണ്. കാരണം അവരൊക്കെ നിൻ്റെ ശത്രുക്കളാണെന്ന് നീ വിചാരിക്കുന്നു. ആയിരിക്കും താനും, ലോകപ്രകാരം ശത്രുക്കളാണ് താനും. പക്ഷേ ദൈവത്തിന് സ്തോത്രം, ആ ശത്രുക്കളുടെ മേൽ നിൻ്റെ തലയുയർത്തുന്ന ഒരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. അതൊക്കെ അനുഭവിക്കുന്ന ദൈവമക്കൾ നമ്മുടെ ചുറ്റും ഉള്ളതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ! ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയർത്തും, എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയർത്തും. കാരണം ഞാൻ ക്രിസ്തുവാകുന്ന പാറമേലാണ് നിൽക്കുന്നത്, യേശുവാകുന്ന അടിസ്ഥാനത്തിന്മേലാണ് ഞാൻ നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. അപ്പോഴാണ് നാവിൽ സ്തുതി വരുന്നത്, ജയഘോഷയാഗങ്ങൾ. ദൈവമേ, ദൈവത്തിന് യാഗം, സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രമെന്ന യാഗം, ജയഘോഷയാഗം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന യാഗം. ഹല്ലേലൂയ! സ്തുതികൾ. സ്വർഗീയ ദൂതന്മാരുടെ ഭാഷ, സ്വർഗീയ മാലാഖമാരുടെ ഭാഷ. പ്രിയപ്പെട്ടവർ, അപ്പോൾ നമുക്കത് സ്വായത്തമാകും. അത് സ്പോണ്ടേനിയസ് ആയിട്ട് അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വന്നു പോകും. ദൈവത്തിന് സ്തോത്രം. ആ സ്തുതി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറൊക്കെ പറയാറുള്ളത് പോലെ നമ്മുടെ ആ വയറിൻ്റെ ഉദരത്തിൻ്റെ ഉൾഭാഗത്തു നിന്ന് തന്നെ ആ സ്തുതി ഉയരുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേലും തല ഉയരും. ഞാൻ എൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. ഒരു ദൈവവൈതലിൻ്റെ ആ പദവിയാണത്, ദൈവത്തെ സ്തുതിക്കാനുള്ള പദവി. പ്രിയപ്പെട്ടവർ, വെറുതെ യാന്ത്രികമായി ഹല്ലേലൂയ എന്നോ സ്തുതിയോ എന്നൊക്കെ പറഞ്ഞ് പ്രിയപ്പെട്ടവരെ യാന്ത്രികമായ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കിയാലൊന്നും സ്തുതിയാവുകയില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവാകുന്ന പാറമേൽ നിൽക്കണം. ക്രിസ്തുവാകുന്ന ആ ക്രിസ്തുവിൻ്റെ തിരുവിലാവിൽ നീ ഒളിച്ചിരിക്കണം. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ മനോഹരത്തെ നീ കാണാൻ തുടങ്ങണം. അവൻ്റെ മന്ദിരത്തിൽ നീ ധ്യാനിക്കാൻ തുടങ്ങണം. നിൻ്റെ ആയുഷ്കാലമൊക്കെയും ആ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കണം. അപ്പോഴാണ് സ്തുതി വരുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, 84-ാം സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! തിരുനിവാസം എത്ര മനോഹരം! സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ യഹോവയുടെ ആരാധനാലയം, യഹോവയോടുള്ള ആരാധനയിൽ, ദൈവത്തോടുള്ള ആരാധനയിൽ, ദൈവിക സ്തുതിയിൽ, ദൈവികമായ ആരാധനയിൽ മുഴുകിയിരിക്കുന്നതായ അവസ്ഥ. എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. അപ്പോഴാണ് എൻ്റെ ഹൃദയം ഘോഷിക്കാൻ തുടങ്ങും. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും, ഹല്ലേലൂയ, എൻ്റെ ശരീരം സ്തുതിക്കാൻ തുടങ്ങും. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി
ഘോഷിക്കുന്നു. ഹാലേലിയ. ശരീരം സ്തുതിക്കുമെന്ന്, ഈ ശരീരത്തിലെ ഓരോ കോശങ്ങളും സ്തുതിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, പൂർവികരായ പിതാക്കന്മാർ ഇതെല്ലാം എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരുന്നവരാണ്. വിശുദ്ധമായ പൂർവിക പിതാക്കന്മാർ അവരുടെ പ്രാർത്ഥനയെല്ലാം നാം ഏറ്റുചൊല്ലാറുണ്ടല്ലോ. ദൈവമേ, ദൈവത്തിന് സ്തോത്രം, നിൻ സ്തുതിയും ഹാലേലിയായും കർത്താവേ ഞാൻ നിർത്തരുതേ എന്ന്. ദൈവത്തിന് സ്തോത്രം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്തതായ എല്ലാ സർവ്വ ഉന്നതിയും, മാഞ്ഞു പോകാത്തതായ നല്ല ഉന്നതിയും ഇടപെടാതെ സദാ ഇപ്പോഴും കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഇതെൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും നമുക്ക് അന്യമായ ആത്മീയമൊന്നുമല്ല. ഇതൊക്കെ വേറെ ഏതോ ഗ്രൂപ്പുകാർക്കോ അല്ലെങ്കിൽ ഏതോ ഉണർത്തപ്പെട്ട സഭകൾക്കോ ഉള്ളതാണെന്നൊക്കെയാണ് പലരുടെയും ധാരണ. അല്ല പ്രിയരെ, ഈ സത്യസുറിയാനി സഭയിലെ പൂർവികരായ പരിശുദ്ധ പിതാക്കന്മാർ അനുഭവിച്ച കാര്യമാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. എപ്പോഴും അവർ പ്രാർത്ഥിക്കുകയാണ്, സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്തതായ നല്ല ഉന്നതിയും ഇടപെടാതെ സദാ കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്നാണ് അവർ പ്രാർത്ഥിച്ചത്. നീ സ്തുതിയും ഹാലേലിയായും കർത്താവേ ഞാൻ നിർത്തരുതേ എന്നാണ് അവർ പ്രാർത്ഥിച്ചത്. നാം അട്ടഹസിച്ച് പറയണമെന്നാണ് അവർ പറഞ്ഞത്. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനും ആകുന്നു, ആദ്യം മുതൽ തലമുറകൾ വരെയും തനിക്ക് സ്തുതി ഹാലേലിയ എന്നാണ് നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ സ്തുതി നമ്മുടെ സ്വന്തമാകണ്ടേ, ഇത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണ്ടേ, നമ്മുടെ ശരീരം പോലും സ്തുതിക്കാൻ തുടങ്ങണ്ടേ. എൻ്റെ മാംസവും എൻ്റെ ഹൃദയവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതാണ് ക്രിസ്തീയ ദൈവ പൈതലിൻ്റെ ഒരു പദവി എന്ന് പറയുന്നത്. സ്വർഗീയ മാലാഖമാരോട് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാനുള്ള പദവി. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ഈ ലോകം വിട്ടു പോകേണ്ടവരല്ലേ. നമുക്കൊരു മരണമില്ലേ? നാം ഈ ലോകത്തുള്ള എല്ലാവരോടും എല്ലാത്തിനോടും യാത്ര പറയില്ലേ? നമ്മുടെ വീടിനോട് യാത്ര പറയില്ലേ? നമ്മുടെ ബെഡ്റൂമിനോട് യാത്ര പറയില്ലേ? നമ്മുടെ കട്ടിലിനോടും നമ്മുടെ ബെഡിനോടും നാം യാത്ര പറഞ്ഞ് പോകില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളോട് യാത്ര പറഞ്ഞ് പോകില്ലേ? പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുഃഖഭാരത്തോടെ തലകുനിച്ച് നമ്മെ നോക്കിക്കൊണ്ട് നിൽക്കും. പക്ഷേ എൻ്റെ ശരീരം നിശ്ചേതനമായി, ചേതനയറ്റ ഒരു ശരീരം ഇതാ ഒരു കബറിൽ കിടക്കുന്നു, അല്ലെങ്കിൽ ഒരു പേടകത്തിൽ കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം കരയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആത്മാവങ്ങോട് അക്കരദേശത്തേക്ക് കടന്നു പോകും. പ്രിയപ്പെട്ടവർ, അങ്ങനെ കടന്നു പോകുമ്പോൾ സഹോദരാ, നിൻ്റെ ആത്മാവ് എവിടെയായിരിക്കും? നിൻ്റെ ആത്മാവ് എവിടെയായിരിക്കും? സ്വർഗീയ കനാൻ തീരത്ത് ദൈവത്തിന് സ്തോത്രം. സ്വർഗീയ മാലാഖമാരോടൊരുമിച്ച്, അസംഖ്യ മാലാഖമാരോടൊരുമിച്ച് നിൻ്റെ ആത്മാവിൻ്റെ ദൈവത്തെ പാടി സ്തുതിക്കുന്ന അവസ്ഥയിലായിരിക്കുമോ? യേശുവിൻ്റെ സന്നിധിയിൽ ആ മുഖം കണ്ടുകൊണ്ട്, യേശുവിൻ്റെ തിരുമുഖം കണ്ടുകൊണ്ട് നിൻ്റെ ആത്മാവ് ദൈവത്തെ സ്തുതിക്കുന്ന അവസ്ഥയിലേക്കായിരിക്കുമോ പോകുന്നത്? അതെയോ ദുഃഖവും നിരാശയും തളം കെട്ടിക്കിടക്കുന്നതായ ആ യാതനാ സ്ഥലത്തേക്ക്, ആ ലേക്ക് ഓഫ് ഫയർ, ആ തീപ്പൊയ്കയിലേക്കായിരിക്കുമോ നിൻ്റെ ആത്മാവ് പോകുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ സഹോദര? അന്തമെന്താ? ചിന്ത ചെയ്യുക സഹോദര, വേഗം. ഹാലേലിയ. എത്തും വൈകല്ലേ പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏത് നിമിഷവും നാം ഈ ലോകത്തുനിന്ന് കടന്നു പോകാം. അല്ല, നമ്മുടെ കർത്താവ് ഏത് നിമിഷവും വരാം. നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഈ ആത്മാവ് ദൈവത്തോട് ചേരുവാൻ കാക്ഷിക്കുന്നുവെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിൻ്റെ ഈ ആത്മാവ്, നിൻ്റെ ശരീരവും ദൈവത്തെ ഒരു നാൾ കർത്താവായ യേശു രണ്ടാമത് വരുമ്പോൾ ഈ ശരീരവും മനസ്സും നിൻ്റെ ഹൃദയവും നിൻ്റെ ആത്മാവും ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ എതിരേൽപ്പാൻ സ്വർഗീയ മഹോന്നതങ്ങളിൽ എടുക്കപ്പെടേണ്ടതാണെന്ന് നീ അറിയുന്നുണ്ടോ? അതിനുവേണ്ടി നീ ഒരുങ്ങിയിട്ടുണ്ടോ? യേശുവിൻ്റെ വരവിന് വേണ്ടി നീ ഒരുങ്ങിയിട്ടുണ്ടോ? അവനെപ്പോൾ വന്നാലും നീ അവനോടുകൂടെ പറന്നു വരാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഈ ലോകത്ത് നിന്നെ വേരുകളെല്ലാം പറഞ്ഞാണോ നിൽക്കുന്നത്? അതോ ലോകത്തിലേക്കാണോ നിൻ്റെ മുഴുവൻ മനസ്സും നിൻ്റെ സത്തയും? ദൈവമക്കളെ, നാം ഒരുങ്ങേണ്ട സമയമായി. ഇനി നീട്ടി വിടല്ലേ പ്രിയപ്പെട്ടവർ, നീട്ടി വെക്കല്ലേ. കാലം ഇനി നീട്ടല്ലേ എന്നാണ് പാട്ടുകാരൻ പാടുന്നത്. മൃത്യു വന്ന് അണഞ്ഞിടുന്നത് എപ്പോഴാണെന്ന് ആരറിവൂ? ദൈവമേ സ്തോത്രം. മരണം വന്ന് മാടി വിളിക്കുന്നത് എപ്പോഴാണെന്ന് ആർക്കറിയാം പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് എൻ്റെ പ്രിയരെ, ഒരുങ്ങുക പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുങ്ങാം. യേശു വിളിക്കുന്നു പ്രിയപ്പെട്ടവരെ. മോനെ, നീ നശിക്കേണ്ടവനല്ല, നീ എൻ്റെ സൃഷ്ടിയല്ലേ, നീ എൻ്റെ സ്വന്തമല്ലേ, എൻ്റെ കൈകൾ കൊണ്ടല്ലേ നിന്നെ മെനഞ്ഞത്.
ഞാൻ നിനക്ക് വേണ്ടി മറുവില കൊടുത്തത് എന്നെ തന്നെയല്ലേ, എൻ്റെ വിലയേറിയ രക്തമല്ലേ, നീ എൻ്റെ സ്വന്തമല്ലേ. മോനെ, നിന്നെ തന്നെ എനിക്ക് തരുമോ? നിൻ്റെ ഹൃദയം എനിക്ക് തരുമോ? നിൻ്റെ ആയുസ് മുഴുവൻ എനിക്ക് തരുമോ? എനിക്ക് വേണ്ടി നീ ജീവിക്കുമോ? ഇതുവരെ നീ ലോകത്തിന് വേണ്ടി ജീവിച്ചു. മോനെ, നീ എനിക്ക് വേണ്ടി ഇനിയുള്ള കാലം ജീവിക്കാമോ? കർത്താവേ, ഇന്നുവരെയും ഞാൻ എൻ്റെ ആയുസ് പാഴാക്കി കളഞ്ഞു. ഈ ലോകത്തിന് വേണ്ടി ഞാൻ ജീവിച്ചു പോയി കർത്താവേ. എന്നാൽ ഇനിയുള്ള കാലം എൻ്റെ യേശുവിൻ്റെ ആ ചങ്കിനകത്ത് യേശുവിനോട് പറ്റിച്ചേർന്ന് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുവഷളായി പോകാതെ ഇനിയുള്ള കാലം കർത്താവേ നിന്റെ സന്നിധിയിൽ നിന്നോട് പറ്റിച്ചേർന്നിരിപ്പാൻ, ദൈവമേ എൻ്റെ തിരുനിവാസത്തിൽ മറഞ്ഞിരിപ്പാൻ, എൻ്റെ ചങ്കിനകത്ത് മറഞ്ഞിരിപ്പാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അവിടുത്തെ ആണിപ്പാള കരം ഇപ്പോൾ ഞങ്ങളുടെ മേൽ നീട്ടി ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ കൃപയുടെ കരം ഞങ്ങളുടെ ശിരസ്സൊന്ന് വെക്കണേ കർത്താവേ. ദൈവമേ, ആ തൃക്കരം, ആ രക്തം വാർന്നൊലിക്കുന്ന പൊന്നുകരം അടിയുടെ ശിരസ്സിൽ വെക്കണമേ. ഞങ്ങളുടെ ആകുലങ്ങൾ മാറ്റണമേ, രോഗങ്ങൾക്ക് സൗഖ്യം തരണമേ, സമാധാനം തരണമേ, പരിശുദ്ധാത്മാവിനെ ഊതണമേ, ഞങ്ങളിലേക്ക് ജീവൻ പകരണമേ. യേശുവേ, എൻ്റെ ഹൃദയത്തിൽ വന്ന് വാഴണമേ. എൻ്റെ ഹൃദയം ഇതാ നിനക്കായി തുറന്നു വരുന്നു. യേശുവേ, ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ മാത്രം മക. യേശുവേ, ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ മാത്രം മക. കരുണയുള്ള കർത്താവേ, ഈ വചനം കേട്ട എൻ്റെ മക്കളെ എല്ലാവരെയും, തീരുമാനമെടുത്ത മക്കളെ എല്ലാവരെയും ആണിപ്പാള കരം തൊട്ട് അനുഗ്രഹിക്കണമേ. സർവ്വനന്മകളാലും നിറയ്ക്കണമേ. രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.